ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 24. യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോപി ജായതേ. വിവർത്തനം. ഭൗതിക പ്രകൃതിയെയും ജീവസത്തെയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. ഭാവാർത്ഥം. ഭൗതിക പ്രകൃതി, വ്യക്തിഗതനായ ജീവാത്മാവ്, പരമാത്മാവ്, ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നേടിയവർ മുക്തിക്ക് അർഹരാണ്. ഭൗതിക പ്രകൃതിയിലേക്ക് തിരിച്ചുവരാൻ നിർബന്ധിതനാകാതെ പരവ്യോമത്തിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ജ്ഞാനത്തിൻ്റെ ഫലം. ജീവാത്മാവ് യാദൃച്ഛികമായി ഭൗതിക ജീവിതത്തിൽ വീണുപോയതാണെന്ന സത്യമറിയൽ തന്നെ ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം. പ്രാമാണികത്വമുള്ള മഹാപുരുഷന്മാരുടെയും ആധ്യാത്മികാചാര്യൻ്റെയും സഹവാസം കൊണ്ടും സ്വപ്രയത്നം കൊണ്ടും ഒരാൾക്ക് തൻ്റെ സ്ഥിതി മനസ്സിലാക്കാം. എന്നിട്ട് ഭഗവത് പ്രോക്തമായ ഭഗവത്ഗീതയുടെ നിഷ്കൃഷ്ടമായ പഠനം കൊണ്ട് ആധ്യാത്മിക ബോധം അഥവാ കൃഷ്ണാവബോധം ഉൾക്കൊള്ളാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് വീണ്ടും ഭൗതിക ജീവിതം എടുക്കേണ്ടി വരില്ല. അവർക്ക് ആധ്യാത്മിക ലോകത്തിൽ സച്ചിദാനന്ദമയമായ ജീവിതം ലഭിക്കും. ശ്ലോകം 25. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. വിവർത്തനം. ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു. മറ്റു ചിലർ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും ചിലർ നിഷ്കാമ കർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. ഭാവാർത്ഥം. ആത്മസാക്ഷാത്കാരത്തിനായുള്ള ഗവേഷണത്തിൻ്റെ കാര്യത്തിൽ ബദ്ധജീവാത്മാക്കൾ രണ്ടു തരക്കാരാണെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. നാസ്തികർക്കും അജ്ഞേയതാവാദികൾക്കും സംശയാലുക്കൾക്കും ആത്മീയ ബോധം ഉണ്ടാവില്ല. ആധ്യാത്മിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ അന്തർമുഖരായ ഭക്തരെന്നും പറയാം. എപ്പോഴും അദ്വൈത സിദ്ധാന്തം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെയും നാസ്തികരുടെയും അജ്ഞേയതാവാദികളുടെയും കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. പരമപുരുഷനായ ഭഗവാന്റെ ഭക്തന്മാർ മാത്രമാണ് ആത്മീയ ജ്ഞാനത്തിൽ ഉന്നത സ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് പറയാം. ഈ ഭൗതിക പ്രകൃതിക്കപ്പുറം ആധ്യാത്മിക ലോകവും സർവ്വജീവികളിലും പരമാത്മരൂപേണ വാണരുളുന്ന സർവവ്യാപിയായ ഭഗവാനുമുണ്ട് എന്ന് അവർക്കറിയാം. തീർച്ചയായും ജ്ഞാനാർജനം കൊണ്ട് നിരപേക്ഷ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെയും വിശ്വാസികളിൽ പെടുത്താം. സാഖ്യ സിദ്ധാന്തത്തിൽ ഭൗതിക പ്രപഞ്ചത്തെ 24 ഘടകങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. 25ാമത്തെ ഘടകം ജീവാത്മാവാണെന്ന് അവർ കരുതുന്നു. ഭൗതിക ഘടകങ്ങൾക്ക് അതീതമാണ് വ്യക്തിഗതനായ ജീവാത്മാവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജീവാത്മാവിനുപരി പരമാത്മാവുണ്ടെന്നും അവർക്ക് ബോധ്യമാവും. 26ാമത്തെ ഘടകമാണത്. അങ്ങനെ അവരും ക്രമേണ കൃഷ്ണാവബോധത്തിലെ ഭക്തിയുത സേവനത്തിൻ്റെ നിലയിലെത്തിച്ചേരുന്നു. ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യുന്നവരും മനോഭാവത്തിൽ ശരിയായ മാർഗത്തിൽ തന്നെയാകുന്നു. കൃഷ്ണാവബോധത്തിലെ ഭക്തിസേവന നിലയിലേക്കുയരാൻ അവർക്കൊരവസരം നൽകിയിരിക്കുകയാണ്. ധ്യാനത്തിലൂടെ പരമാത്മാവിനെ അന്വേഷിക്കുന്ന ചില വിശുദ്ധ പ്രജ്ഞരുണ്ട്. അവർ സ്വന്തം ഹൃദയത്തിൽ തന്നെ പരമാത്മാവിനെ ദർശിക്കുമ്പോൾ അതീന്ദ്രിയാവസ്ഥയിലെത്തുന്നു. ചിലർ ജ്ഞാനം വർജിച്ചുകൊണ്ടും ചിലർ ഹഠയോഗ അനുഷ്ഠാനം കൊണ്ട് ബാലിശങ്ങളായ പ്രവൃത്തികൾ ചെയ്തും ഭഗവത് പ്രീതി നേടാൻ ശ്രമിച്ചു പോരുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.